ഈ കിടക്കുന്ന വണ്ടികളൊന്നും ഓടത്തില്ല. എന്റെ സെക്കൻഡ് ഹാൻഡ് BMW എടുത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. ഇന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിക്കാൻ പൈസ ഇല്ല. ഇച്ചിരി പൈസക്ക് എണ്ണ അടിച്ച് തിരിച്ച് അടുത്ത റൗണ്ട്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഇച്ചിരി ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞാൻ ലെസ്റ്റർ വരെ നിർത്തി. ഇതെന്റെ സുഹൃത്ത് റോബിൻ ചേട്ടന്റെ കടയാ. അവിടെ കണ്ടവാനം വണ്ടി കിടപ്പുണ്ടെങ്കിലും അതൊന്നും വാങ്ങാനുള്ള പൈസ എന്റെ ഇല്ല. എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കാൻ തരാ. ഇതൊരു നടത്തു പോണ മാതിരില്ല. റോളക്സിൽ ട്രാവൽ ചെയ്യാനാണെങ്കിൽ വലിയ വണ്ടി തന്നെ വേണം താനും. അവിടെ കിടന്നൊരു ലാൻഡ് റോവർ റോബിൻ ചേട്ടനോട് കടവും പറഞ്ഞ് ഞാൻ ഇറക്കി. അധികം സമയം കളയേണ്ട അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന KFC വരെ ഒന്ന് കയറി. അവന്മാര് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഞാൻ പൈസ റോൾ ചെയ്യുക. എന്തായാലും ഫുഡും കഴിച്ച് അധികം സമയം കളയാവുന്നില്ല. നേരെ തിരിച്ച് വീട്ടിലേക്ക്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അൻവിന്റെ സ്കാം അക്യൂസേഷനെ കുറിച്ചിട്ടാണ്. ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഹിസ് ഓട്ടോ സ്പാ ബിസിനസ് ഇൻ UK. ഈ നെഞ്ചത്തോട്ട് കൃഷി ഇറക്കി അങ്ങനെ ഇപ്പൊ ആരും വിളവെടുപ്പ് നടത്തണ്ട. നടക്കുകയല്ല. കുരിശുപള്ളി മാതാവാണ് നടക്കുകയല്ല. ആൻഡ് ദ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ദാറ്റ് ഹീസ് ഗോണ ലോഞ്ച് ഇൻ ഇന്ത്യ. സോ അതിനകത്തൊന്നും പോയി പെടാതിരിക്കുക. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ അല്ല, ഇതെന്റെ ഒന്നും അല്ല. അൻവിൻ ഇത് ചെയ്തത് എന്നോടുള്ള ഈഗോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം. പക്ഷെ ഐ വിൽ മേക്ക് ഷുവർ യു വോണ്ട് ഡു ദാറ്റ് അഗൈൻ. ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.